ചെങ്ങൈമാരെ, നമ്മളിപ്പോൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓൺലൈൻ മജ്ലിസ്. ഈ ഓൺലൈൻ മജ്ലിസിനെ ഒരുപാട് പേര് എതിർക്കുന്നുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ എതിർക്കുന്നതിനാണ്ടും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അതോ എതിർക്കുന്ന ആളുണ്ടത് കൊണ്ട് ആ ഓൺലൈൻ മജ്ലിസ് വളരുന്നുമുണ്ട് എന്ന് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഓൺലൈൻ മജ്ലിസ് നല്ലതാണ്. നല്ല നല്ല പണ്ഡിതന്മാർ വന്നിട്ട് ഈ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും നല്ലതാണ് ഈ ഓൺലൈൻ മജ്ലിസിൽ കൂടിയിട്ട്. കാരണം പഴയ ആൾക്കാർ ഒരുപാട് പേരും മദ്രസിൽ പഠിക്കാതെ, ദിക്ർ പഠിക്കാത്ത അങ്ങനെ കാര്യങ്ങളിലുള്ള ഒരുപാട് സ്ത്രീ പുരുഷന്മാർ തന്നെ ഉണ്ട്. ഇവർക്ക് അത് ഗുണമാണ്. ഈ ഓൺലൈൻ മജ്ലിസിൽ കൂടിയിട്ട് ഒരുപാട് അറിവ് നൽകുന്നുണ്ട്. അതെന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല? അതേപോലെ തന്നെ ഈ ഓൺലൈൻ മജ്ലിസിൽ കിട്ടിയ ക്യാഷ് വെച്ചാൽ ചിലപ്പോൾ യൂട്യൂബ് വരുമാനമായിരിക്കാം, അതെല്ലാം അതിൽ സംഭാവന കൊടുക്കുന്നതായിരിക്കാം. ഇതെല്ലാം കൊണ്ടും എത്ര പാവപ്പെട്ടവർ ജീവിക്കുന്നുണ്ട് എന്നറിയാം നിങ്ങൾക്ക്. ഇന്ന് ഇതിലേക്കെല്ലാം കൂടുതലും ഓൺലൈൻ മജ്ലിസ് കാണുന്നതും പാവപ്പെട്ടവരാണ്. ഈ പാവപ്പെട്ടവർ എന്ന് വെച്ചാൽ 10 രൂപ അവരുടെ കയ്യിലുണ്ടെങ്കിലല്ല 5 രൂപ ഇങ്ങനെ ഇത് കൊടുക്കുന്നുണ്ട്, സദക്ക കൊടുക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നതുകൊണ്ട് എന്തായി? ഇപ്പുറത്തെ സൈഡ് ആരാണ് ഈ ഓൺലൈൻ മജ്ലിസിലുള്ളത് അവർക്ക് കിട്ടുന്നത്, എന്താക്കുന്നു? പാവപ്പെട്ടവരെ സഹായിക്കുന്നു. അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് പേര് സഹായിക്കുന്നുള്ളതല്ലോ. അപ്പൊ ഈ ഓൺലൈൻ മജ്ലിസ് എന്തുകൊണ്ട് അത് തെറ്റായിട്ട് മാറുന്നത്? ഒരിക്കലും തെറ്റല്ല. കാരണം വെച്ചാൽ ഓൺലൈൻ മജ്ലിസ് വേണം. ഒരുപാട് ആൾക്കാർക്ക് അത് പഠിക്കാനുണ്ട്. പഴയ ആൾക്കാർ മദ്രസയിൽ പോകാത്ത ആൾക്കാരായിരിക്കും, അവർക്ക് ഇസ്ലാമിക ഇതിനെ പറ്റിയിട്ട് അറിയുന്നില്ലായിരിക്കാം. ഇവരെല്ലാം ഇന്ന് പഠിക്കുന്നുള്ളത് ഇത് എങ്ങനെയാണെന്നറിയോ? മദ്രസയിൽ പോയിട്ട് ഇപ്പം വീണ്ടും അവർ മദ്രസയിൽ പോയിട്ടല്ല പഠിക്കുന്നുള്ളത്, വീണ്ടും ഉസ്താദിനെ വെച്ചിട്ടല്ല പഠിക്കുന്നുള്ളത്. ഇങ്ങനെ ഓൺലൈൻ മജ്ലിസ് ഉണ്ടാകുമ്പോൾ അത് കേട്ടിട്ടാണ് അവർ പഠിക്കുന്നുള്ളത്. അത് നല്ല കാര്യമല്ലേ? അല്ലാണ്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് എത്രയോ നല്ല 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 പണ്ഡിതന്മാർ നല്ല നല്ല ക്ലാസ് ഈ ഓൺലൈനിൽ എടുക്കുന്നുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ എതിർക്കുന്നവരെങ്ങനെയാന്ന് വെച്ചാലല്ലേ, ഈ ഒരു നല്ലൊരു പണ്ഡിതനെ നല്ല നല്ല ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, ആ ക്ലാസ് എടുക്കുമ്പോൾ അതിൽ നല്ല ഓൺലൈനിൽ വ്യൂസ് കൂടുന്നു. ഇതെല്ലാം കാണുമ്പോൾ അസൂയം തോന്നുന്നത് കൊണ്ടാണ് എതിർക്കുന്നുള്ളത്. അപ്പൊ ആ പണ്ഡിതന് നല്ല വ്യൂസ് ഉണ്ട്, നല്ല ഓൺലൈനിൽ ക്ലാസ്സിൽ എടുക്കുമ്പോൾ ആളുകളുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടാകുമ്പോൾ മനസ്സിലേക്ക് ഒരു അസ്വസ്ഥത. ആരായാലും അങ്ങനെയാണ്. ഒരാൾക്ക് പണമാകുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു അസൂയം തരുന്നുള്ളത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഓൺലൈൻ മജ്ലിസ്. ഇതിൽ നല്ല കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. നല്ല നല്ല പണ്ഡിതന്മാർ, ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, നല്ല പണ്ഡിതന്മാർ. അവരെടുക്കുന്ന ക്ലാസ്സുകളിൽ ദിക്റും കാര്യങ്ങളെല്ലാം. കാരണം ചിലപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ മറ്റോൻ്റെയും മോൻ്റെയും ഇത് ഫിത്തിന ഫസാദ് പറഞ്ഞിട്ട് ഇരിക്കും. ഇപ്പോൾ ഓൺലൈൻ്റെ ക്ലാസ് ആകുമ്പോൾ ആ സമയമാകുമ്പോൾ ആ മൊബൈൽ ഓണാക്കിയിട്ട് അതിൽ ഉസ്താദന്മാർ പറയുന്ന ദിക്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അതിലാർക്ക് ഗുണം കിട്ടിയും ആർക്ക് അതിൻ്റെ കൂലി കിട്ടിയും? ഇന്ന് ദുനിയാവിൽ മാത്രമല്ല, നാളെ ആഖിറത്തിലേക്കും അതിൻ്റെ പ്രതിഫലമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതിൻ്റെ പ്രതിഫലം ആർക്ക് കിട്ടി? ആ ചെല്ലിയ പറഞ്ഞു തന്ന ഉസ്താദിനും കിട്ടി, ഈ ചെല്ലുന്ന ഞമ്മക്കും കിട്ടി. നിങ്ങളൊന്നും ചിന്തിച്ചോക്കെ, യൂട്യൂബ് ക്ലാസ്സിൽ ഓൺലൈൻ മജ്ലിസ് ഇല്ലെങ്കിൽ എത്ര സ്ത്രീകൾ ഒരു വീട്ടിൽ ഒന്നിച്ചിട്ട് ഇരുന്നിട്ട് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ കുറ്റം പറയും, ഇവൻ്റെ കുറ്റം പറയും, അല്ലെങ്കിൽ അത് നല്ലത് പറയും, ഇത് പൊട്ട് പറയും. അതിനെക്കാട്ടും നല്ലൊരു കാര്യമാണ് ഇപ്പം ഈ ഓൺലൈൻ മജ്ലിസിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാർ ചെയ്യുന്നുള്ളത്. എതിർക്കുന്നതോറും ആ മജ്ലിസ് വളർന്നുകൊണ്ടിരിക്കുന്നതാന്നുള്ളത് അല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കിയേ. അപ്പം ഇങ്ങനെയുള്ള കാര്യം ഒരുപാട് അറിവ് നൽകുന്നുണ്ട്. ആ പൈസ വരുന്ന ഉസ്താദന്മാർ ഒരു പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഗുണമാണ് നമ്മൾ കാണുന്നുള്ളത്. ചില ഉസ്താദന്മാരെ നമ്മൾ കളിയാക്കുന്നുണ്ട്. ആ ഉസ്താദ് നല്ല 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 ഉസ്താദ് തങ്ങൾ അങ്ങനെയുള്ളവർ നമ്മൾ കളിയാക്കുന്നുണ്ട്. നമ്മളെന്നല്ല, ചില ആൾക്കാർ
ആ തങ്ങന്മാരും ആ ഉസ്താദന്മാരും എത്ര പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്, എത്ര ആൾക്ക് വീട് വെച്ച് കൊടുത്ത്, എത്ര എത്തി മക്കളെ നോക്കുന്നുണ്ട്, എത്ര മദർസിലേക്ക് ഇത് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലതിനും വേണ്ടിയിട്ടാണ്. ഇന്ന് ഇസ്ലാമികപരമായിട്ട് അറിവ് നമുക്ക് കിട്ടണമെങ്കിലുണ്ടല്ലോ ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനലെല്ലാം നോക്കിയിട്ട് എന്നാൽ നമുക്ക് നല്ല അറിവ് കിട്ടും. അല്ലാണ്ട് മറ്റവൻ്റെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒന്നും നടക്കില്ല കേട്ടോ. നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തും അതിലേക്ക്.